ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. SCRT ചലഞ്ച് അല്ല. അപ്പോൾ എൻ്റെ ഒരു ഫുൾ ഡേ സ്റ്റഡി റൊട്ടീൻ എങ്ങനെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ കുട്ടികളെ മാനേജ് ചെയ്യുന്നത്, എൻ്റെ വീട്ടു പണികൾ, എൻ്റെതായ പണികൾ, ഇതൊക്കെ കൂടെ എങ്ങനെ കൊണ്ടുനടക്കുന്നു എന്ന് ആയിട്ട് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ എനിക്ക് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ പതിവ് പോലെ തന്നെ ഞാൻ 5:30 പഠിക്കാനിരുന്നു. 5:30 മുതൽ 6:30 വരെയാണ്, 1 മണിക്കൂറാണ് ഞാൻ മോർണിംഗ് സെക്ഷൻ എപ്പോഴും എടുക്കാറ്. 1 മണിക്കൂർ, അരമണിക്കൂർ, അതിൽ കൂടുതൽ ഞാൻ ടൈം എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ എന്നത്തെയും പോലെ തന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറി. അടുക്കളയിലെ ചെറിയ ചെറിയ തിരക്കുകളിലേക്ക് ഞാൻ കടന്നു. അപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ രാവിലെ വെള്ളം വെക്കുക, പാല് തിളപ്പിക്കുക, അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കുക. അപ്പം എന്തെങ്കിലും ബീൻസ് അല്ലെങ്കിൽ ചെറുപയറോ ബീൻസ് അല്ലെങ്കിൽ ക്യാബേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ നോക്കുമ്പോൾ സവാള കുറവായിരുന്നു. പിന്നെ ചുമന്നുള്ളിയാണുള്ളത്. അതും പൊളിച്ചുകൊണ്ടിരുന്ന ടൈം കളയണ്ടല്ലോ എന്നോർത്ത് ഞാൻ വേഗം ചെറുപയർ ഉണ്ടാക്കാൻ വെച്ചു. ചെറുപയർ ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ ഇഡലി മാവിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇഡലി ആകുമ്പോൾ സുഖമാണല്ലോ, അതങ്ങോട്ട് വെച്ച് അത് വേവുന്ന സമയത്ത് നമുക്ക് ബാക്കി പരിപാടികൾ എടുക്കാം. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ മിറ്റം അടിക്കാമെന്ന് വെച്ചു. വലിയൊരു ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ച് മിറ്റടി എന്ന് പറയുന്നത്. അത്യാവശ്യം വീതിയും നീളമൊക്കെയുള്ള മിറ്റമാണ് ഞങ്ങളുടെ. പിന്നെ പറമ്പും റോഡും ഒക്കെ അടിക്കുന്നതിൽ പെട്ടയാളാട്ടോ ഞാൻ. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് അടിച്ചു തുടങ്ങി പകുതിക്ക് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, 7 മണീൻ്റെ ബസ് പോകുന്നുണ്ട്. ബസ് പോയപ്പോഴത്തേക്കും ഞാൻ ഓടിപ്പടച്ച് അകത്തേക്ക് വന്നിട്ട് അവരെ രണ്ടുപേരെയും വിളിച്ച് ബ്രഷ് ചെയ്യിപ്പിച്ച് അവർക്കുള്ള പാല് കുടിക്കാൻ കൊടുത്തിട്ടാണ് ഞാൻ ബാക്കി അടിക്കാൻ പോയത്. കണ്ടോ, എനിക്കങ്ങനെ റോഡൊക്കെ അടിക്കണം, എന്നാലും ഒരു സമാധാനം എനിക്ക് കിട്ടുള്ളൂ. എന്താണെന്ന് അറിയത്തില്ല, ശീലമായിപ്പോയി. അന്നേരം കൊണ്ട് എണീറ്റ് അത് കഴിഞ്ഞ് കയറി വന്നപ്പോൾ മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ മോളെ ജസ്റ്റ് എടുത്തു. പിന്നെ മോന് രാവിലെ ഇന്ന് ന്യൂസ് ഹെഡ്ലൈൻസ് സ്കൂളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് അവന് ഗൂഗിളിൽ എടുത്ത് കൊടുത്തു. അപ്പോൾ അവനത് അവിടെ ഇരുന്ന് ചെയ്തു. പിന്നെ രണ്ടാമത്തെ ആൾക്ക് ഫുഡ് കൊടുത്തു, ആദ്യത്തെ ആൾക്ക് ഫുഡ് കൊടുത്തു. ഒരാൾക്ക് ചട്നി വേണം, ഒരാൾക്ക് കടലക്കറി വേണം, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, ചട്നി ഞാൻ എൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കടലക്കറി പിന്നെ ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പണി എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ടിഫിൻ തയ്യാറാക്കിയപ്പോഴത്തേക്കും ഹസ്ബൻഡ് അവരെ ഒരുക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡാണ് ഡെയിലി അവിടെ ഒരുക്കുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ കുറേ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തു. സാധാരണ ടിഫിൻ എടുത്തുകൊണ്ട് നിൽക്കലാണ് ഞാൻ. 8:45 ആകുമ്പോഴത്തേക്ക് ഇവരുടെ ബസ് വരും. അപ്പോൾ ഈ ഒരു 8:45 രാവിലെ എണീറ്റ് മുതൽ 8:45, 9 മണി വരെ ഞാൻ ശരിക്കും മോളെ കാര്യങ്ങൾ നോക്കാറേ ഇല്ല. അവളെ എടുത്താലും ജസ്റ്റ് എടുത്ത് അവിടെ നിർത്തി ഇൻലോസൊക്കെ തന്നെയാണ് നോക്കുന്നത്. കാരണം എനിക്ക് ആ ടൈമിൽ സമയം കിട്ടാറില്ല. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും അവളുടെ കാര്യം ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഹെൽത്ത് സെൻറ്റർ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം മോൾക്ക് വരെ ഗുളിക കൊടുക്കുന്ന ദിവസമായിരുന്നു. പിന്നെ എനിക്ക് HB BP ഇതൊക്കെ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോയത്. അവൾ പെട്ടെന്ന് കിടക്കണ പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഏകദേശം 1 അവർ എടുത്തു. 1 അവറിന് ശേഷം തിരിച്ചു വന്നു. അപ്പോൾ സാധാരണ ഞാൻ ഈ ഒരു ടൈമിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈം എനിക്ക് പോയി അവിടെ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് BP നല്ല ലോയാന്ന് കണ്ടു. അപ്പോൾ ഇത് ഞാൻ നട്ട നാരകമാണ് ഗേസ്, എൻ്റെ സ്വന്തം എന്ന് പറയാൻ വേറൊന്നുമില്ല, അതെൻ്റെ സ്വന്തം നാരങ്ങ. അപ്പോൾ പിന്നെ ഫ്രഷായിട്ട് നമ്മൾ പറിച്ച നാരങ്ങയെന്നൊക്കെ എന്താ പറയുക, അത് കുടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്, എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് എൻ്റെ കുപ്പി നിറച്ച് വെച്ചു. അപ്പം ഞാൻ പഞ്ചസാരയ്ക്ക് ഒരു ഉപ്പാട്ടോ ഇട്ടത്. കാരണം BP ലോ ആണല്ലോ. അപ്പോൾ അത് കുടിക്കാമെന്ന് വിചാരിച്ച്. ഉപ്പിട്ട് കുടിക്കാമെന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല, എന്നാലും ഒരു ഫ്രഷ്നെസ്സും ഒരു ഇതൊക്കെ ഉണർവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കുടിച്ചപ്പോൾ. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും വീടും പോട്ടെ അകമൊക്കെ അടിച്ച് തുടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ റൂം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നോർമലി വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു കലാപരിപാടി ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാനെപ്പോഴും വിചാരിക്കും എന്തുകൊണ്ടായിരിക്കാം എന്നിങ്ങനെ ഓർക്കാറുണ്ട്. പിന്നെ ഞാനത് വീടും. നമുക്ക് പിന്നെ അതൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കാൻ കാര്യമില്ലല്ലോ. കാരണം നമുക്ക് പഠിക്കുക അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചിന്തിക്കാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. പിന്നെ ഞാൻ വെപ്രാളപ്പെട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഞങ്ങളുടെ റൂമൊക്കെ മാത്രമേ അതെനിക്ക് ശരിക്കും ഒരു പണി ഈസി ആയിട്ടോ. അത്രയും കാര്യങ്ങൾ രാവിലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. രാവിലെ ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പോൾ അത് അവിടെ ചെയ്തു. പിന്നെ റൂം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ റൂം ഞാൻ വേഗം അടിച്ച് തുടച്ച്. എനിക്ക് മെസ്സായി കിടന്നിരുന്ന് പഠിക്കാൻ ഭയങ്കര അസ്വസ്ഥതയാട്ടോ. എനിക്ക് നല്ല നീറ്റാക്കിയിട്ടിട്ട് സമാധാനപരമായിട്ട് ഇരുന്ന് പഠിക്കാനാണ് ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല. അങ്ങനെ ഫുൾ മെസ്സായി കിടന്നിട്ട് എനിക്ക് തോന്നുന്നു ഒച്ചപ്പാടിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടും ബുദ്ധിമുട്ടാണ് എനിക്ക് മെസ്സായി കിടന്നിട്ടിരുന്ന് പഠിക്കുന്നത്. എനിക്ക് കേട്ടോ, പേഴ്സണലി എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ അവിടെയൊക്കെ നീറ്റാക്കി വെച്ചിട്ട് പഠിക്കാനിരുന്നു. ഏകദേശം ഒരു 12 മണി ആയപ്പോഴത്തേക്കും ഇരുന്നു കേട്ടോ.
അപ്പം മോള് വന്നപാടെ തന്നെ ബസ്സിൽ നിന്നേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം തോന്നുന്നു. അവളൊരു 3:30 വരെ കിടന്ന് ഉറങ്ങിയിട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇരുന്ന് പഠിച്ചു. അപ്പം ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അടിയന്തരാവസ്ഥയാണ് നോക്കിയത്. പിന്നെ രാഷ്ട്രപതിമാരും ഇത് രണ്ടും ഒരു തവണ 1-2 തവണയൊക്കെ പഠിച്ചു പോയിട്ടുള്ളതാണ്, പക്ഷെ മറന്നുപോയി. അപ്പോൾ ഒന്നുകൂടെ നല്ലോണം അത് തറാക്കി പഠിക്കാമെന്ന് വെച്ചു. കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് അതൊരു സിലബസിലൊരു ഇത് തന്നെയാണല്ലോ, അപ്പോൾ അത് പഠിക്കാമെന്ന് വിചാരിച്ചു. ടോപ്പിക്കാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് വെപ്രാളപ്പെട്ട് എവിടെയോ വെച്ചിട്ട് എൻ്റെ ട്രൈപ്പോഡല്ല സെൽഫി സ്റ്റിക്കാണ് എൻ്റെ, അത് നിലത്തേക്ക് വീണിട്ട് അത് പോയി. പിന്നെ ഞാനത് കുറച്ച് നേരം അതിൻ്റെ പുറകെ ഇരുന്നു കേട്ടോ. കുറച്ച് വിഷമമായി. പിന്നെ എന്ത് ചെയ്യും, കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ പിടിച്ച് നോക്കി. പക്ഷേ എനിക്കത് അത്രയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ടൈം എടുത്ത് കുറേ ടേപ്പൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാലൊടിഞ്ഞ ഒരു ആളുടെ അവസ്ഥയിൽ അതിവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടല്ലോ, ഒരു സന്തോഷമല്ലേ. എനിക്ക് ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. നമ്മുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുതല്ലേ, നമ്മൾ കണ്ടെത്തേണ്ട എന്താണ് നമ്മുടെ സന്തോഷമാണ്. അപ്പം ഞാനതങ്ങനെ ഇരുന്ന് പഠിച്ചു കേട്ടോ. അപ്പോൾ പഠിച്ച് അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ആ ടൈമിൽ പഠിക്കാൻ പറ്റി. കാരണം മോളുറങ്ങുക, വേറെ കുറച്ച് പരിപാടിയുണ്ട് എനിക്ക്, രാവിലത്തെ അലക്കൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ ഞാൻ മാറ്റിച്ചു. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഏകദേശം 2 മണി വരെ ഇരുന്നു. 2 മണിയായപ്പോൾ സ്ഥിരം കല പരിപാടി വീണ്ടും എന്താണ്, പാല് വാങ്ങാൻ പോവുക. 2:10 ഇവിടെ പാല് വരിക. അങ്ങനെ പാലൊക്കെ വാങ്ങി തൊട്ടടുത്ത് താഴേക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ പാലൊക്കെ വാങ്ങി ഞാൻ വന്നതിന് ശേഷം അടുത്ത് എന്താ കരിക്കലം കണ്ട് നിങ്ങൾ ആരും ഞെട്ടരുത് ഗൈസ്, സ്ഥിരമായിട്ട് വെക്കുന്നതുകൊണ്ടാട്ടോ. ഞങ്ങൾ കുളിക്കാൻ ചൂടുവെള്ളം വെക്കുന്നതാണ്, അത് പുറത്താണ് വെക്കുന്നത്. കാട്ടടുപ്പാണ്, മീൻസ് കാട്ടുവാസിയാന്നല്ല കേട്ടോ. പുറത്തൊരു ചുമ്മാ 2-3 കല്ലൊക്കെ വെച്ചിട്ടാണ്, അകത്ത് കത്തിക്കലില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, ആദ്യം ഇപ്പോൾ പുതിയതായിട്ട് ആയിട്ട് പെയിൻറ്റ് ചെയ്ത പിന്നെ നമ്മൾ കത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അകത്തായിരുന്നു കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ പുക ഇങ്ങനെ പോകും, നോർമൽ അടുപ്പ്. അപ്പോൾ പുക ഇങ്ങനെ പോകുന്നുണ്ട്, അകത്ത് ഗ്യാസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ രാവിലത്തെ അലക്കൽ, ബാക്കി ഉണ്ടായിരുന്ന അലക്കി പിന്നെ വെള്ളം വെച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്യൽ. പിന്നെ ഞാൻ ഒരു എണ്ണ തൂക്കുന്ന കണ്ടില്ല, അതൊരു ആയുർവേദ എണ്ണയാട്ടോ. അപ്പോൾ ഡാൻഡ്രഫിൻ്റെ ശല്യം എനിക്ക് നല്ലോണം ഉണ്ട്. അപ്പോൾ അത് തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് താളിയിട്ട് കുളിക്കണം. അവിടെ ഞാൻ അങ്ങനത്തെ കുറച്ച് പരിപാടികൾക്കായിട്ട് നീക്കി വെക്കാറുണ്ട്. നമ്മുടെ സെൽഫ് കെയർ നമ്മൾ നോക്കണമല്ലോ. അതൊക്കെ പിന്നെ ആരും നോക്കില്ല, നമ്മൾ തന്നെ നോക്കണം അല്ലേ. അപ്പോൾ ഞാൻ താളിയൊക്കെ പറിച്ചു. പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിലാണ് കേട്ടോ നമ്മൾ വീട്ടിലിടുന്ന അങ്ങനത്തെയൊക്കെ അലക്കുന്നത്. നല്ല ഡ്രസ്സുകൾ, ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ മക്കളുടെ അല്ലെങ്കിൽ നമ്മളുടെ പോകുന്ന അങ്ങനെ നല്ല ഡ്രസ്സുകൾ മാത്രമേ ഞാൻ കല്ലിൽ അലക്കത്തുള്ളൂ. അപ്പോൾ ഞാനത് കല്ലിൽ അലക്കി. ചോറും പുറത്താണ് വെക്കുന്നത്. ചോറും കുളിക്കാനുള്ള വെള്ളം മാത്രമേ പുറത്ത് വെക്കാറുള്ളൂ, ബാക്കിയൊക്കെ നമ്മളകത്ത് തന്നെയാണ് അക്കൽ. അപ്പോൾ അത് ഒരു കുഞ്ഞിപ്പണിയാണ്, വലിയ പണിയൊന്നുമല്ല, ഒരു കുഞ്ഞിപ്പണി. അങ്ങനെ വൈകുന്നേരമായി കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ മോൾ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ അതുവിന് സെക്കൻഡ് ടൈം ബുക്ക് കിട്ടി. അതിൻ്റെ ഒരു സന്തോഷമാണ് കാണുന്നത്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ട് കൊച്ചിന് കുറുക്ക് കൊടുക്കലായിരുന്നു. അവൾക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നല്ല മടിയാണ്, അവളുടെ കോലം കണ്ടറിയാൻ നല്ല മടിയാണ് ഭക്ഷണം കഴിക്കാൻ. അപ്പം ഞാൻ കുറച്ച് മരുന്നിൻ്റെ ഇതൊക്കെ കൊടുത്തു. എന്തെങ്കിലും കൈ കൊടുത്തിട്ട് ആ ടൈമിൽ വിഷയം മാറ്റിയിട്ടാണ് ഭക്ഷണം കൊടുക്കുക. പക്ഷെ അത് കഴിക്കില്ല, തുപ്പി കളയും. അപ്പോഴാണ് ഞാൻ ഓർത്തത്, നാളെ ഇപ്പോൾ ഉപ്പേരിയൊക്കെ രാവിലെ വെക്കണമെങ്കിൽ തേങ്ങയില്ല, തേങ്ങയുടെ സ്ഥലം ബ്ലാങ്കായിട്ട് കിടക്കുകയാണ്. ചിരട്ട മാത്രമേ എപ്പോഴും ഉണ്ടാകത്തുള്ളൂ കേട്ടോ. പിന്നെ ഈ അടുത്ത അംഗം ഈ യുദ്ധം എന്ന് പറയുന്നത് തേങ്ങയും ഞാനും തമ്മിലായിരുന്നു. തേങ്ങ പൊതിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടാസ്കൊക്കെ തന്നെയാണ്. പണ്ട് എനിക്ക് തൊട്ടും അറിയത്തില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ തേങ്ങ പൊതിക്കാൻ. പിന്നെ ഇപ്പം ഞാൻ ഓക്കെ ആയി വന്നു. എന്നിട്ട് ഞാനെന്നാ വിചാരിച്ചു, വൈകുന്നേരം വന്നാൽ പിള്ളേരുടെ കൂടെ പഠിക്കാനിരുന്നേക്കാം. അന്നേരം തേണ്ടറാ കെട്ടിയോനും കുഞ്ഞുമത്തിയായിട്ട് വന്നേക്കുമെന്ന് വെച്ചാൽ നമ്മുടെ മത്തി ചാള എന്നൊക്കെ പറയും. അങ്ങനെ മത്തിയൊക്കെ വെട്ടി ഞാനാണെങ്കിൽ പതിയെ വെട്ടത്തുള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് വല്ലാണ്ട് മേത്തൊന്നും തെറിപ്പിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതൊക്കെ വെട്ടി 1 മണിക്കൂറൊക്കെ എടുത്ത് പിന്നെ അത് കറി വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി അത് വറുത്ത് അങ്ങനെ ടൈം കുറേ പോയി. പിന്നെ പഠിക്കാനിരുന്നത് 10 മണിയായി. അപ്പോൾ മൂത്തവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, 2 പേരും ഇൻലോസിനോടെ കിടന്നു. 2ാമത്തെ ആളെ കൂടെ കൊണ്ടു കിടത്തും. മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡും മോളും കൂടെ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളിടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പഠിച്ച് നിർത്തിയതാണ്. പിന്നെ ഇപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത്. ഞാനപ്പോൾ എന്ത് ചെയ്തു, ഒരു എക്സാം എഴുതി നോക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 2017 ആ ഒരു എക്സാമാണ് ഞാൻ എഴുതുന്നത്. പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾഡ് ബുക്കാണ്, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ബുക്കാണെന്നാണ് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2017 വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു LDC എക്സാമാണ് ഞാനിപ്പോൾ എഴുതി നോക്കുന്നത്.
അങ്ങനെ അത് ടൈമർ വെച്ചിട്ട് എക്സാം എഴുതി തീർത്തു ഞാൻ. ഇടയ്ക്ക് മോൾ ഒച്ചപ്പാടുണ്ടാക്കും അടുത്ത് വരാനൊക്കെ നോക്കി, പക്ഷേ ഞാനത് നോക്കിയില്ല. കുറച്ച് ടൈമും കൂടി ഞാൻ ഇരിക്കത്തുള്ളൂ പഠിക്കാൻ. അപ്പോൾ ആ ടൈം പ്രോപ്പറായിട്ട് പഠിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഹസ്ബൻഡ് നോക്കിക്കോളും മോളെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മലയാളം നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മലയാളം ഞാൻ ഓൾറെഡി നോക്കിയതും പിന്നെ നോക്കാത്ത കാര്യമൊക്കെ കുറച്ച് നോക്കിത്തീർത്തു. അപ്പോഴത്തേക്ക് ഏകദേശം 11:30 മോള് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഹസ്ബൻഡ് കൂടെ കിടന്ന് അവൾ ഉറങ്ങിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മോളെ ഞാൻ കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം പോയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വിചാരിച്ച അത്ര പ്രൊഡക്റ്റീവ് ആകാനൊന്നും എനിക്ക് പറ്റിയില്ല. എന്നാലും ഒരു 3-4 മണിക്കൂർ എനിക്കിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ ദിവസമൊന്നും ഇതുപോലെ ആവത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് SRT ചലഞ്ച് നമുക്ക് നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, അപ്പം എൻ്റെ സന്തോഷം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ.